ഒരുപാട് ശത്രുക്കളുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കുള്ള ശത്രുക്കൾ ഒട്ടുമിക്കതും പകുതി മുക്കാൽ ആൾക്കാരും ലേഡീസാണ്. അപ്പം ലസിത പാലക്കൽ, പ്രിയ, ശ്രീല പിള്ളനെ ഞാൻ കൂട്ടുന്നില്ല കേട്ടോ. ശ്രീല പിള്ളനെ കുറിച്ച് ഞാനൊരു കാര്യം കേട്ടപ്പം എനിക്ക് വളരെയധികം വിഷമം തോന്നി. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അത് വൈകാതെ വരും. അതേപോലെ ഒരു ഹരിതയുണ്ട്, ഒരു ലക്ഷ്മി കാനത്തുണ്ട്, പിന്നെ ഏതൊരു പുറത്തായിട്ടുള്ള ഒരു തളച്ചിയുണ്ട്. ആ തളച്ചിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും ലേഡീസാണുള്ളത്. ഷഫീന ബീബി. അപ്പോൾ ഇവരോട് ആരോടും ഇല്ലാത്ത, അതേപോലെ ഒരു മൊയന്ത അങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് കളിക്കുന്ന, അതിൻ്റെ പേരെന്തായാലും നസ്രിയെ അങ്ങനെ. പിന്നുള്ളത് വേറൊരു മൊണ്ണക്കുട്ടിയാണ്, ശിശു. അപ്പോൾ ഇവരോട് ആരോടും ഇല്ലാത്ത ഒരു പകയും വിദ്വേഷവും എനിക്ക് ആരോടുണ്ടെന്നറിയോ? ഉത്തര ഉണ്ണീനോടുള്ളത്. അപ്പം ഉത്തര ഉണ്ണി നിരന്തരം എന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു. പിന്നെ മൂപ്പത്തി തന്നെ പ്രൈവറ്റാക്കി, മൂപ്പത്തി തന്നെ അത് പ്രൈവറ്റാക്കിയപ്പം പബ്ലിക്കാക്കിയോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഉത്തര ഉണ്ണീൻ്റെ പേരിൽ ഞാൻ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയും കൊടുത്തിട്ട് കാര്യമില്ല, ഹൈക്കോടതിയിലേക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഉത്തര ഉണ്ണീനോട് എനിക്ക് ഇത്രമേൽ വിദ്വേഷം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പല വീഡിയോസിലും എൻ്റെ മക്കളെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൻ്റെ വീഡിയോ വരെ ഞങ്ങൾ പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഞാൻ ഹൈക്കോടതിയിലേക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്. ഉത്തര ഉണ്ണി മോളെ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനും 50,000 രൂപ അഡ്വക്കേറ്റിന്. പക്ഷെ അത് ഞാൻ ചിലവാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഭയങ്കര റിച്ചായിട്ടൊന്നുമല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഉത്തര ഉണ്ണി പരാമർശിച്ചത് എങ്ങനെയാണ്? ഞാൻ വലിയ വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കൂല, അവർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് വിഷമാവില്ല എന്ന് ചോദിച്ചിട്ട്. ഇതെൻ്റെ മോൻ്റെ ക്ലാസ്സിലുള്ളൊരു കുട്ടി ഇവനയച്ചു കൊടുത്തു. ഇവനത് ആ കുട്ടി പറഞ്ഞൊരു കാര്യം, നീ പറയുന്നതൊക്കെ കള്ളമായിരുന്നു അല്ലേ എന്നുള്ള ആ ചാറ്റ് സഹിതമാണ് ഹൈക്കോടതിയിലേക്ക് ഞാൻ കൊടുക്കുന്നത്. വേറെ ആരെയും ഞാൻ വിടും, ഷഫീന ബീബിനെ വരെ ഞാൻ വിടും, പക്ഷേ ഉത്തര ഉണ്ണീനെ ഞാൻ വിടില്ല. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ ഒരു ലെഹങ്കൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെഹങ്കൻ്റെ വീഡിയോയും ചെയ്ത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 16 ലക്ഷം മുടക്കാവുന്ന എനിക്ക് ഒരു 3500 കുണുവ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ പൈസ അല്ല. പക്ഷേ ഞാൻ 500-600 ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടതിനാണ് ഞാൻ ആ പൈസ റിട്ടേൺ മേടിച്ചത്. അത് എനിക്ക് കൈ പൊക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ ഞാൻ എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. പല വീഡിയോസിലും എടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ പിന്നെ കുത്തിയതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് വ്യാജപ്രചരണം നടത്തുക, മതവിദ്വേഷം ഉണ്ടാക്കുക, അങ്ങനെ പിടിച്ച് പല പല കംപ്ലൈൻറ്റുകൾ വെച്ചിട്ടാണ് ഞാൻ ഉത്തര ഉണ്ണീൻ്റെ പേരിൽ ഫയൽ ചെയ്യുന്നത്. ആ പേര് വെച്ചിട്ട് തന്നെ പറയാൻ കാരണത, ഈ തള്ളച്ചിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പം തള്ളച്ചി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ കേസ് കൊടുക്കും പോലും പെണ്ണുങ്ങളെ തള്ളച്ചിന്ന് വിളിക്കാൻ പാടില്ല. ആ മകളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടാത്ത ചേച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഉത്തര ഉണ്ണി മോളെ, വൈറ്റ് ആൻഡ് സീ, നിനക്കുള്ള ഒരു പൊൻകുതിര ഭവൻ ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പം ഇവിടെ എവിടെയും കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ അഡ്വക്കേറ്റ് എനിക്ക് അടിപൊളി അഡ്വക്കേറ്റ് ആട്ടോ. 2 മുസ്ലിംസ് ആട്ടോ ഉള്ളത്. പറയുന്നതിന് എന്താ, 2 അഡ്വക്കേറ്റും മുസ്ലിംസാണ്. ഇവിടെയുള്ള സൂപ്പർ അഡ്വക്കേറ്റാണ്. പ്രിയൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് നല്ല അടിപൊളി കംപ്ലൈൻറ്റാണ്, എസ്പിക്ക് സഹിതം അവർ അഡ്വക്കേറ്റ് ഓഫീസിൽ നിന്ന് അയച്ചതാണ്. പിന്നെ എനിക്കുള്ള അഡ്വക്കേറ്റ് മറ്റേ ഹൈക്കോടതി അഡ്വക്കേറ്റ് ഇവിടുത്തൊന്നുമല്ല, മറ്റേ എവിടെയായിരുന്നു അവരുടെ സ്ഥലം, പേരും ഞാൻ പരാമർശിക്കുന്നില്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ ഡീറ്റെയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം വേറെ ആരെ ഞാൻ വിട്ടാലും ഉത്തര ഉണ്ണി ഇത് വിൽക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ കൊടുക്കും മോളെ. വെയിറ്റ് ആൻഡ് സീ ഉത്തരക്കുട്ടാ.